വാദിയെ പ്രതിയാക്കിയ ഒരു സംഭവത്തിലേക്കാണ്. ഇരുചക്ര വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ ഗൂഢാലോചനയിലൂടെ പ്രതിയാക്കിയെന്ന് പരാതി. ഇടുക്കി കരിമ്പൻ സ്വദേശി എബിൻ ധർമ്മരാജിനെതിരെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ വിപരീതമായി കട്ടപ്പന പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെന്നാണ് ആരോപണം. സംഭവത്തിൽ ഡിജിപിക്ക് ഉൾപ്പെടെ എബിൻ പരാതി നൽകി. കരിമ്പൻ സ്വദേശി എബിനും സുഹൃത്ത് നവീനും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടത് 2022 നവംബർ 12-ന്. എബിൻ 18 ദിവസം അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ, നവീനും പരിക്കേറ്റിരുന്നു. ചികിത്സകൾക്ക് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും എബിന്റെ ഒരു കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. കട്ടപ്പന പോലീസിന്റെ എഫ്ഐആറിൽ എബിന്റെ ബൈക്കുമായി കൂട്ടിയിടിച്ചത് ജിബിൻ എന്നയാൾ ഓടിച്ച സ്കൂട്ടറാണ്. കാൽവരി മൗണ്ട് CMI ആശ്രമത്തിലെ ജീവനക്കാരനായിരുന്ന ജിബിനൊപ്പം അലന്റ് എന്നയാളും സ്കൂട്ടറിലുണ്ടായിരുന്നു. എന്നാൽ കട്ടപ്പന ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ജിബിന് പകരം ജൂബിൾ എന്നാക്കിയെന്നാണ് പരാതി. അതായത് ഒരു വളവ് ഇങ്ങനെ തിരിയുമ്പോൾ, ചെറിയ വളവേ ഉള്ളൂ, ഒരു സ്ലോപ്പിലുള്ള വളവ് തിരിയുമ്പോൾ അമിത വേഗത്തിൽ വന്ന ഒരു സ്കൂട്ടി എന്നെ വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. വന്ന് ഇടിക്കുന്ന അത്ര ഓർമ്മയുണ്ടാകുക, അത് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ ബോധം നഷ്ടമായി. ഞാൻ അപകടം ഉണ്ടാക്കിയെന്നായിട്ടാണ് പരാതി. അതായത് ഞാൻ അമിത വേഗത്തിൽ പോയി അവരെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ടുള്ള രീതിയിൽ പോയി. അവിടെ 3 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന് കൂടെയുള്ളവരുടെ പേര് ഏതായാലും മാറിപ്പോകത്തില്ലോ. എന്നിട്ട് അച്ഛൻ വന്ന് കോടതി മൊഴി മാറ്റി പറഞ്ഞേക്കുക. കോടതി വന്ന് പറഞ്ഞേക്കുക ജിബിൻ എന്നുള്ള ആൾ അന്ന് അവിടെ ഇല്ലായിരുന്നു, ജൂബിളായിരുന്നു. ഏതായാലും കൂടെയുള്ള വാർഡന്റെ പേര് ഏതായാലും മാറുകയല്ല. പിന്നെ അവരെന്തിനങ്ങനെ മാറ്റി എന്നുള്ളത് അറിയില്ല. ഇത്ര നാൾ കേസ് 3 വർഷമായി ഇപ്പോൾ കേസ് നടക്കും. ഞാൻ കോടതി പോകുന്നു, വെറുതെ തിരിച്ചു വരുന്നു. എനിക്കെതിരെ 4 സാക്ഷികളുണ്ടെന്ന് പറയുന്നു. ആക്സിഡന്റ് ഉണ്ടാക്കിയവർ വരുന്നില്ല, കേസ് കൊടുത്തേക്കുന്ന അച്ഛൻ വരുന്നില്ല. കാൽവരി മൗണ്ട് CMI ആശ്രമത്തിലെ ഫാദർ ബിനോയിയുടെ പരാതിയിലാണ് കട്ടപ്പന പോലീസ് കേസെടുത്തത്. ജൂബിൾ എന്നത് ജിബിൻ എന്ന് തെറ്റായി പോലീസ് രേഖപ്പെടുത്തിയെന്ന് ഫാദർ ബിനോയ്. അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ ഓടിച്ചത് താനാണെന്നും ചികിത്സാരേഖകൾ കൈവശമുണ്ടെന്നും ജൂബിളും വിശദീകരിച്ചു. ജിബിൻ എന്നയാൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എബിന്റെ പിതാവ് ധർമ്മരാജൻ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അത് കള്ളക്കേസാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കേസിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് DGP, ഇടുക്കി SP, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നിവിടങ്ങളിൽ എബിൻ പരാതി നൽകി.